അന്തരിച്ച വിഖ്യാത സംവിധായകൻ ഷാജി എൻ കരുണിന്റെ പൊതുദർശനം തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ ആരംഭിച്ചു. സാമൂഹ്യ സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. വൈകുന്നേരം 4-ന് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. ഇപ്പോൾ കലാഭവനിൽ പൊതുദർശനം തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തിരുവനന്തപുരം കലാഭവനിൽ നിന്നും അനന്തു ചേരുന്നുണ്ട്. അനന്തു, ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്ര പേർ, എങ്ങനെയാണ് ആളുകളുടെ ഒരു തിരക്ക്? പ്രമുഖരടക്കം നിരവധി പേർ എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഏകദേശം 10:30 അന്തരിച്ച സംവിധായകൻ ഷാജി എൻ കരുണിന്റെ മൃതദേഹം ഇവിടെ കലാഭവൻ തിയേറ്ററിലേക്ക് പൊതുദർശനത്തിനായി എത്തിച്ചത്. ഏകദേശം 2 മണിക്കൂറാണ് കലാഭവൻ തിയേറ്ററിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി വയ്ക്കുക. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരടക്കം നിലവിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അവസാനമായി ഒരു നോക്ക് കാണുവാനും കലാഭവൻ തിയേറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. അവിടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള പ്രമുഖരെത്തിയിരുന്നു. അവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നിലവിൽ ഇപ്പോൾ കലാഭവൻ തിയേറ്ററിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചപ്പോഴും മന്ത്രി സജി ചെറിയാൻ ഒപ്പമുണ്ടായിരുന്നു. നിലവിൽ അദ്ദേഹം ഇവിടെ തുടരുകയാണ്. ഷാജി എൻ കരുണിന്റെ ഭാര്യയും മക്കളും അടക്കമുള്ളവരും തിയേറ്ററിലുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി, അതോടൊപ്പം തന്നെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ താരങ്ങൾ അടക്കമുള്ളവരും നിലവിൽ കലാഭവൻ തിയേറ്ററിൽ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് വഴുതക്കാടുള്ള ആശുപത്രിയിൽ വെച്ച് ഷാജി എൻ കരുൺ അന്തരിച്ചത്. ദീർഘകാലമായി അദ്ദേഹം അർബുദ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. 73-കാരനായ അദ്ദേഹം വൈകിട്ടോടെയാണ് അന്തരിച്ചത്. ഇന്നിപ്പോൾ വൈകുന്നേരം 4 മണിക്ക് വൈക്കാടുള്ള ശാന്തി കവാടം പൊതുശ്മശാനത്തിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കരിക്കുന്നത്. എന്തായാലും മലയാള ചലച്ചിത്ര രംഗത്തെ വളരെയധികം വിപ്ലവാത്മകരമായ മാറ്റങ്ങൾ വരുത്തിയ ഒരു സംവിധായകനായിരുന്നു, ഛായാഗ്രാഹകനായിരുന്നു ഷാജി എൻ കരുൺ എന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന് സാംസ്കാരിക കേരളം ഇപ്പോൾ അന്ത്യാഞ്ജലി നൽകുകയാണ്. അദ്ദേഹം വിട പറയുകയാണ്. ശരി, ചലച്ചിത്ര പ്രതിഭ ഷാജി എൻ കരുണിന് സാംസ്കാരിക കേരളം വിട നൽകുകയാണ്. പ്രമുഖരടക്കം നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ എത്തുന്നത്. അനന്തുവാണ് വിവരങ്ങൾ നൽകിയത്.